ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഗോവ എത്തി. അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഗോവ എത്തിയിട്ട് ഇവിടെ തന്നെ റൂം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷെ നല്ല തിരക്കും, അത് മാത്രമല്ല ജെൻസിന് വേറെ ലേഡീസിന് വേറെ ആയിരുന്നു. അപ്പോൾ 2 മണിക്കൂറത്തേക്ക് 500 രൂപയും പേയ്മെൻറ്റിൻ്റെ അല്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും 2 ദിശയിലായി പോകും. അത് തന്നെയല്ല, നമുക്കപ്പോൾ ഉറക്കമോ കാര്യങ്ങളോ ഒന്നും വരുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുളിച്ച് ഫ്രഷായി സെറ്റായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ ദോശയും ഉഴുന്നുവടയും സാമ്പാറും ചട്നിയാണ് ഓർഡർ ചെയ്തത്. സുധീഷ് ചേട്ടൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയായിരുന്നു കേട്ടോ. ഫുഡാണെങ്കിൽ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ആക്റ്റീവയാണ് കേട്ടോ റെൻറ്റിനെടുത്തത്. ഞങ്ങൾ 3 ദിവസത്തേക്ക് റെൻറ്റിനെടുത്തേക്കാണ്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല. സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഗോവ സൗത്തിലാണ് കറങ്ങുന്നത് കേട്ടോ. ഞങ്ങളുടെ ഈ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തലേദിവസം തീരുമാനിച്ച് പിറ്റേ ദിവസം പോയതുകൊണ്ട് തന്നെ റൂമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് വൈകുന്നേരം വേണം ഞങ്ങൾക്ക് സൗത്തിൽ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് റൂം എടുത്തിട്ട്, നോർത്തിലാണ് നമ്മൾ റൂം എടുക്കുന്നത്. എന്നിട്ട് 2 ദിവസം നമ്മൾ നോർത്തിൽ സ്റ്റേ ചെയ്ത് അവിടെ ഫുള്ള് കാണാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഡോണാപ്പോളയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറേ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഫോണിനകത്ത് നോക്കി എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥലങ്ങളായിട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോവ നോർത്തിലും വന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ സൗത്തിലാണ് ഇറങ്ങിയത്. ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണാനായിട്ടാണ് ഫസ്റ്റ് നമ്മൾ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോണാപ്പോള എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളി സ്ഥലമാണ്, എല്ലാം കാണാനായിട്ടൊക്കെ സെറ്റാണ്. ഈ ഒരു ഭാഗം നമ്മൾ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് നമുക്ക് കയറുന്നതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ അകത്ത് വന്നിട്ടുണ്ട്. അകത്ത് വരുമ്പോഴും അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു, കാരണം ഫസ്റ്റ് വന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സുധീഷേട്ടനും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഈ ഡോണാപ്പോളയ്ക്ക് അടിപൊളി ഒരു ലവ് സ്റ്റോറിയും കൂടെ ഉണ്ട് കേട്ടോ. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വിദേശ വനിതയുടെ പേരാണ് നമ്മളുടെ ഡോണാപ്പോള എന്നുള്ളത് കേട്ടോ. ഡോണാപ്പോള എന്ന പോർച്ചുഗീസുകാരി ഈ നാട്ടിലെ ഒരു മുക്കുവനുമായിട്ട് പ്രണയത്തിലാവുകയും ഡോണാപ്പോളയുടെ വീട്ടിൽ ഇത് സമ്മതിക്കാത്തത് കാരണം ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് നിന്നിട്ട് 2 പേരും കൂടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഡോണാപ്പോള വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പം 2 ശില്പവും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. കുറച്ച് ഭാഗം അങ്ങോട്ട് കയറുമ്പം തന്നെ നല്ല രസമാണ്. പോകുന്ന വഴികളെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നതാണ് കേട്ടോ. സുധീഷ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലും എല്ലാം നോക്കി സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്നത് തന്നെ ഈ ഡോണാപ്പോളയിലേക്കാണ്. വന്നത് തന്നെ അടിപൊളിയായിരുന്നു, കണ്ടു ഹാപ്പിയായി. കാരണം ഒന്നും അറിയാതെ നമ്മൾ വന്നിട്ട് ഒരു പ്ലാനും ഇല്ലാതാണ് നമ്മൾ വന്നത്. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയും പോലും നടക്കത്തില്ലായിരുന്നു. പക്ഷെ ഒന്നും പ്ലാൻ ചെയ്യാതെ വന്നു, എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. മുകളിൽ വന്നതുമല്ല, നല്ല അടിപൊളി മഴയും. താഴെ നിന്നപ്പോഴും മഴയുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. മുകളിൽ വന്നപ്പോഴത്തേക്കിനും ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും, നേരിട്ട് പോയി കാണുമ്പം അടിപൊളിയാണ് കേട്ടോ. എത്തുമ്പോൾ ഇതാണ് വ്യൂ പോയിന്റ്. ഇതിൻ്റെ ഡോണാപ്പോളയുടെ വ്യൂ പോയിൻ്റാണിത്. അടിപൊളി, രക്ഷയില്ല, സൂപ്പർ. ഹലോ ഗായ്സ്, മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. അതെ, മൊത്തം നനഞ്ഞ് നനഞ്ഞു 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 ഗായ്സ്. ഗായ്സ്, ഞങ്ങൾ ഡോണാപ്പോളയിൽ നിന്ന് തിരിച്ച് പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? പോർച്ചുഗീസുകാരുടെ നടന്ന് 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 നടന്ന്
ഡോണാപ്പോളിൽ നിന്ന് തിരിച്ച് നമ്മൾ ഒരു വാട്ടർഫോൾസിലേക്ക് വന്നതാണ് കേട്ടോ. ഞങ്ങൾ ലൊക്കേഷൻ നോക്കിയപ്പം ഇവിടെയാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരാളിനോട് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയാണ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളെങ്ങനെ വാട്ടർഫോൾസും തിരക്കി വന്നതാണേ. പക്ഷേ വന്ന വഴിക്ക് സൗണ്ടൊക്കെ നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെയാണെന്ന് അറിയത്തില്ല. ചുറ്റിനും കാട്. എനിക്കാണെങ്കിൽ പേടി കൊണ്ട് എനിക്ക് വയ്യ. സുധീഷേട്ടനാണെങ്കിൽ അത്രയും പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ വാട്ടർഫോൾസ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തോ അവിടൊക്കെയാണോ ഇവിടെ? ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടെ ആയിരുന്നു. എന്തായാലും പോവാം. ഇവിടം വരെ പോയി നോക്കാം. ലൊക്കേഷൻ ആണോ? ഓ ഈ ചെടിക്കകത്ത് കയറി ചവിട്ടി അപ്പുറത്തോടെ വല്ലതുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തൂടെ വന്നിട്ട് എന്നെ പേടി വരുന്നു. ഇവിടുത്തെ ലൊക്കേഷൻ ഇത് തിരിച്ചു വരാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണോ? വെള്ളച്ചാട്ടം ഇവിടെ അല്ല. വെള്ളച്ചാട്ടം ഉള്ള ഭാഗത്തോട്ട് പോവാം. പിന്നെ അറിയണ്ടേ? ഗൈസ് നമ്മളാണെങ്കിൽ വാട്ടർഫോൾസ് തിരക്കി വന്നേട്ടോ. വന്നപ്പം ഇവിടെ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഫുള്ള് കാട് മാത്രം. ഞങ്ങൾ പേടിച്ചിറങ്ങി വന്നേട്ടോ. വേറെ വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ? പിന്നെ അവിടെ ചെന്ന് എത്തുവോ? കണ്ടുപിടിച്ചു. അതോ ഇല്ല, കൊച്ചു വാട്ടർഫോൾസ് കാണാനാ. അടിപൊളി സ്ഥലം, പക്ഷേ സൂപ്പർ സ്ഥലം. പക്ഷേ അതാണ് വാട്ടർഫോൾസ്. ആ ചെറിയ സാധനം ഇതിനകത്ത്. പക്ഷെ അടിപൊളി, ഇവിടെ കാണാൻ സൂപ്പർ ഇല്ലേടേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസ് തിരക്കി ലാസ്റ്റ് വന്നത് ഇവിടെയാണ് കേട്ടോ. പക്ഷേ വാട്ടർഫോൾസായിട്ടൊന്നുമില്ല. ഇവിടെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളിനി നേരെ നോർത്തിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഡോൾഫിനും ഒക്കെ ആയിട്ട് കണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പോകുന്ന സ്ഥലങ്ങളല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ നമ്മളുടെ പല സ്ഥലങ്ങളും നമ്മളുടെ നാട്ടിലുള്ള പല സ്ഥലങ്ങളുമായിട്ട് നല്ല സാമ്യമാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊക്കെ. പല സ്ഥലങ്ങളും ഓരോ സ്ഥലം കാണുമ്പോഴും എൻ്റെ സുധീഷേട്ടൻ പറയുന്നുണ്ട്, എടി നമ്മുടെ അവിടുത്തെ സ്ഥലം പോലില്ലേ, ആ സ്ഥലം പോലില്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബാഗ ബീച്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൂം നമുക്ക് നോക്കണം. കാരണം പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്യാതെ അന്നേരത്തെ ഒരു പ്ലാനിങ്ങിൻ്റെ പുറത്ത് വന്നതുകൊണ്ട് തന്നെ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നിന്ന് നമുക്ക് നോർത്തിൽ നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം നൈറ്റൊക്കെ നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം ഇനി നമ്മൾ നോർത്തിലാണ് കേട്ടോ. അങ്ങനെ റൂമോ കാര്യങ്ങളോ ഒന്നും സെറ്റായിട്ടില്ല. അങ്ങനെ ഒരിടത്ത് റൂം കിട്ടി. ഞങ്ങൾ നേരെ റൂമിൽ വന്നു കേട്ടോ. റൂമിൽ വന്ന് ഒന്ന് കിടന്നൊന്ന് ഉറങ്ങണം. കാരണം 2:30ക്കാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് വെളുപ്പിനെ. അതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ പോയി. ഇവിടുന്ന് വന്ന് നമ്മളിതേ ഈ വിൻഡോ വഴി നോക്കുന്നത് തന്നെ ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ച് സൈഡിൽ തന്നെ നമുക്ക് റൂം കിട്ടി. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഫുഡ് മേടിക്കാനായിട്ട് പോവാട്ടോ. ഇതാണ് ഗൈസ് ബാഗ ബീച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും ഗോവയിലേക്ക് വരൂ, ബാഗ ബീച്ച് ആസ്വദിക്കൂ. ഞങ്ങൾ ഫുഡൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഈ വന്ന വഴിക്ക് ഇതേ മദ്യക്കുപ്പികളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ, എല്ലാം ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി എടുക്കുന്ന സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. സുധീഷ് ചേട്ടനൊക്കെ ഡൽഹിയിൽ നിന്നപ്പം ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പുറത്ത് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചത് ഹൈദരാബാദി ദം ബിരിയാണിയാണ്. ഇത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല റേറ്റാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി. ഇനി അടുത്ത് നമ്മൾ പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോയിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം മേടിച്ചിട്ട് ഗൈസ് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. ഗോവയുടെ പരമ്പരാഗത ഡ്രസ്സുകളാണ് മേടിക്കാൻ പോകുന്നത്. ഐ ലവ് യു ഗോവ. ഇനി അടുത്ത നമ്മൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിൽ വന്ന് പിന്നെ അടുത്ത ഡ്രസ്സ് മാറിയതിന് ശേഷമാണ് ബീച്ചിലോട്ട് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ അഭിപ്രായം പറയാം ഗൈസ്. ഓക്കെ, ബാ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ കറങ്ങാൻ ഇറങ്ങി ഗൈസ്. മൊത്തം അടിപൊളിയാണ്, വൈബാണ്. നമ്മളങ്ങനെ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കൂടെ കിടക്കുന്ന കാണാൻ. അങ്ങനെ ഞാനും സുധീഷ് ചേട്ടനും ഒരു ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വേണം ഇനി ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാൻ കേട്ടോ. ഇത് ഞങ്ങൾ ഗ്ലാസ്സൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ഷോ കാണിക്കുകയാണ്, പട്ടി ഷോ. സുധീഷ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. എനിക്ക് പേരയ്ക്കായും സുധീഷ് ചേട്ടന് വാട്ടർമെലനുമാണ് വാങ്ങിച്ചത്. അപ്പം അത് വാങ്ങിച്ചോണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട്. അങ്ങനെ ഞാൻ പേരയ്ക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ, അത്യാവശ്യം കൊള്ളാമോ നോക്കട്ടെ. എല്ലാം കൂടി ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ് കേട്ടോ. കുഴപ്പമില്ല, കഴിക്കാനുള്ളതുണ്ട് 50 രൂപയ്ക്കുള്ളത്. അങ്ങനെ ഞാൻ പേരയ്ക്കൊക്കെ തിന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർമെലനാണ് കേട്ടോ. അത് നല്ല മധുരവും നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ സുധീഷ് ചേട്ടൻ അതെനിക്ക് പിന്നെ തന്നില്ല കേട്ടോ, ഫസ്റ്റ് ആയിട്ടേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യനകത്തുനിന്ന് ആവശ്യത്തിലധികം ആളെടുത്ത് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സുധീഷ് ചേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എനിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി നല്ല റേറ്റാണ്. റേറ്റ് എന്ന് വെച്ചാൽ 750 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ്. പക്ഷെ നമുക്ക് വാങ്ങിക്കാം, അതേപോലെയുള്ള ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ ആണെങ്കിലും നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ക്വാളിറ്റിയും കുറവാണ്. സുധീഷ് ചേട്ടൻ്റെനും നല്ല റേറ്റാണ്, പക്ഷേ ഈ കടയിൽ അത്യാവശ്യം റേറ്റ് കുറവായതുകൊണ്ട് സുധീഷ് ചേട്ടന് കുറച്ച് കൊടുത്തിട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം ബീച്ചിൽ പോകുമ്പോൾ വെച്ചിട്ട് പോകാമല്ലോ, പോയി ഷോ കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്യാപ്പ് വാങ്ങിച്ചേ. DJ പാർട്ടിയൊക്കെ ഉണ്ട്. അടിപൊളി നൈറ്റൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കിനും അടിപൊളി. പക്ഷേ സാധനങ്ങൾക്കെല്ലാം പക്ക റേറ്റാണ്, ഒന്നും ബാർഗൈൻ ചെയ്യാൻ പറ്റത്തില്ല. ബോയ്സിൻ്റെ റേറ്റിന് ബോയ്സിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, കുട്ടിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. അതെ, മദ്യത്തിന് നല്ല വിലക്കുറവാണ്. ഡ്രസ്സ്, ഫുഡ് പക്ക റേറ്റ്. ബാഗ ബീച്ചിലൂടെയാണ് ഗൈസ് ഇങ്ങനെ പോകുന്നത്. അവിടുത്തെ ഒരു ബാറാണ്. ഇപ്പൊ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം ഗൈസ്. ഗായ്സ് എനിക്കുള്ള ഡ്രസ്സ് മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇടേണ്ടി വരും. നമ്മൾ ഉച്ച സമയത്തൊന്നും ഇത്ര ആൾക്കാരില്ലായിരുന്നു കേട്ടോ. വൈകുന്നേരം സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല പോലെ ആൾക്കാരുണ്ടാണ്ട ഫുള്ള്.
ഫുള്ള് നല്ല ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി. നമ്മൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും വരും കേട്ടോ. നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും നമ്മൾ നൈറ്റ് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. ഇത് കണ്ട ഫുൾ ലൈറ്റ് ഓൺ സൗണ്ടാണ്. ഗോവത്തിന് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ എന്താണ് ഓക്കെ, പൊളിയാണ്, ഫുൾ പവറാണ് ഗൈസ്. ഞാൻ ഫുൾ എൻജോയ്ഡ് ആണ്. ഇവിടെ നൈറ്റ് ആകുമ്പം ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലും ഇതുപോലുള്ള ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എത്ര സമയം കൊണ്ടാണ് ഇവരിതിങ്ങനെ സെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളുള്ളായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുന്നിടത്തൊന്നും ഇങ്ങനത്തെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഞങ്ങളങ്ങോട്ട് പോയിട്ട് വന്നു, പെട്ടെന്നാണ് ഈ ലൈറ്റും കാര്യങ്ങളെല്ലാമായിട്ട് ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലും നമുക്കിങ്ങനെ ചെയറും ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റൂ. കാരണം നമുക്ക് അവിടെ വന്നല്ലാതെ ഇരിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ വന്നൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെയൊക്കെ നിന്നു. എല്ലായിടത്തും പല പല രീതിയിലാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഒരറ്റത്തൂന്ന് നടന്ന് തുടങ്ങി ഒരുപാട് ദൂരം ഞങ്ങൾ പോയി കേട്ടോ. ഈ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മളെ വന്നിട്ട് നമുക്ക് ഓരോ മെനു തരും, ഫുഡ് മെനുവും കാര്യങ്ങളൊക്കെ തരും. എല്ലാത്തിൻ്റെയും കൂടെ ബിയറും കുപ്പിയും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം ഫുഡൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ കുറേ ഇടത്തൊക്കെ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ കുറേ ഇടത്ത് തിരക്കിയപ്പം അവിടെ ഒന്നും ഇല്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നിങ്ങനെ ചില്ലായി. എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ ഗോവ, ഒരു രക്ഷയില്ല. എല്ലാവർക്കും പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോകാൻ ശ്രമിക്കുക. കാര്യം നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബാഗ ബീച്ചിൽ നൈറ്റാണ് കേട്ടോ. ഞങ്ങളുടെ റൂം ബീച്ച് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. നമ്മളിപ്പം ദൂരെ എവിടെയെങ്കിലുമാണ് നമ്മുടെ റൂമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യത്തില്ല. കാരണം ടൈം ഒക്കെ കൊണ്ടൊക്കെ തന്നെ ഇതാകുമ്പോൾ നമുക്ക് എത്ര താമസിച്ചാലും അങ്ങോട്ട് ജസ്റ്റ് കയറിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ബീച്ചിലിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ബാഗ ബീച്ച് ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പം തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ലോകം. കാരണം നമുക്ക് ജോലിയുടെ ടെൻഷനില്ല, മൈൻഡ് നല്ലതുപോലെ ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഇവിടെ എൻജോയ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ലതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തടത്തും ഓരോ രീതിയിലാണ് കേട്ടോ ഈ ലൈറ്റും ടേബിളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ, ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോഴും ഓരോ വെറൈറ്റി രീതിയിലെല്ലാം ഡെക്കോർ ചെയ്തേക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാവോ. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ് കേട്ടോ സാധനങ്ങൾക്കെല്ലാം. അതായത് ഫുഡിനൊക്കെ നല്ല റേറ്റാണ്. നമുക്കിപ്പോൾ റേറ്റ് നല്ല ക്വാളിറ്റിയും ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര റേറ്റ് കൊടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന റേറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ചിലയിടത്തൊക്കെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. അങ്ങനെ സുധീഷ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തുന്ന ഒരു വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിനെന്തോ 10 രൂപയുള്ളായിരുന്നു. അത് 20 രൂപ പറഞ്ഞാണ്. നമുക്ക് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പിന്നെ 10 പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളതങ്ങ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കിനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണാടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ചുമ്മാ ഇങ്ങനെ ഷോ കാണിച്ച് നടക്കുകയാണ്. ഞാൻ പിന്നെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലയും കമ്മലും ചെയിനും കൂടെ സെറ്റായിട്ടുള്ളതാണ്. 100 രൂപയുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ ഫുള്ള് കറങ്ങി കണ്ടിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇരുന്നും കൂടി ഞങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ.
അപ്പോൾ ഗോവയിലെ ആദ്യത്തെ ദിവസം മാക്സിമം എൻജോയ് ചെയ്ത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.